കാക്കശ്ശേരീസിന്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നൊരു വെഡിങ് ആനിവേഴ്സറി സർപ്രൈസിന് വേണ്ടിയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ജെഫിന്റെ കോളേജ് മേറ്റ് ദിലീപിന്റെയും ദിലീപിന്റെ വൈഫ് സ്നേഹയുടെയും 7th വെഡിങ് ആനിവേഴ്സറി ആണെന്ന്. അപ്പോൾ ഞങ്ങളുടെ ബർത്ത്ഡേ സർപ്രൈസ് വീഡിയോ കണ്ട് ഇൻസ്പയർ ആയിട്ട് ദിലീപിന് സ്നേഹയ്ക്കൊരു സർപ്രൈസ് കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ പോകുന്നത് ദേപ്പുട്ട റെസ്റ്റോറൻറ്റിലേക്കാണ്. അവിടെ പോയിട്ട് ഞങ്ങൾ ലഞ്ച് കഴിച്ച് അവിടെ ഒരു ചെറിയ ഒരു ആനിവേഴ്സറി കേക്ക് കട്ടിങ് പോലത്തെ എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ബൈ പറഞ്ഞ് പിരിയും. അതിനുശേഷമാണ് ആക്ച്വൽ ബിഗ് സർപ്രൈസ് വരുന്നത്. അപ്പോൾ കണ്ടുനോക്കാം. നാട്ടിലെ ദേപ്പുട്ട് ഞങ്ങൾക്ക് ഇതുവരെയും ട്രൈ ചെയ്യാൻ പറ്റിയില്ല. ഇവിടെ ഓപ്പൺ ചെയ്ത് ഓൾമോസ്റ്റ് 2 months ആയി. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. മെനു കണ്ട് ഭയങ്കര ഇംപ്രസ്ഡ് ആണ്. ദിലീപിൻ്റെ എല്ലാ പോപ്പുലർ മൂവീസും ഇൻസ്പയർഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഉണ്ട് ഇവിടെ. ദേപ്പുട്ടിൽ വരുന്ന എല്ലാവർക്കും സുലൈമാനി കോംപ്ലിമെൻ്ററിയാണ്. ഇവർ രണ്ടുപേരാണ് ദിലീപും സ്നേഹയും. ഇവരുടെ 7th വെഡിങ് ആനിവേഴ്സറി ആണ്. ഇത് അവരുടെ കയ്യിലിരിക്കുന്ന ഒരു ട്രോഫികൾ. 19 കൊല്ലം ആയി ഞങ്ങളുടെ സുഹൃത്ത് ബന്ധം തുടങ്ങിയിട്ട്. 2001 തുടങ്ങിയാണ്. ഒരേ കോളേജിൽ ഒരേ ബെഡിൽ മുകളിലും താഴെ. ദിലീപ് താഴെ, ഞാൻ മേലത്തെ ദമ്പെട്ടിൽ. ഓൾമോസ്റ്റ് സെയിം ബെഞ്ച്, 4 സെയിം ബെഞ്ചിൽ തന്നെ. പിന്നെ നമ്മൾ സപ്ലൈ എല്ലാവരും ഒരുമിച്ച് സപ്ലൈ എഴുതി. പിന്നെ അബുദാബിയിൽ ഒരുമിച്ചുണ്ടായിരുന്നു. ദോഹയിൽ ഒരേ കമ്പനി തന്നെയായിരുന്നു പാർസൽസിൽ. ഞങ്ങളൊരു ട്രിപ്പ് പോയിട്ടായിരുന്നു ജോർജിയയിലേക്ക്. അതുകൊണ്ടായിരുന്നു മെയിൻ നോൺ വെജ് കോമ്പൗണ്ട്, ഫാമിലി ഫുഡ് ട്രീറ്റ്, പുട്ട് തിന്ന കോഴി, സ്പ്ലെൻഡർ താലി, പൊരിച്ച മീനും പുട്ടും, രാമലിയിലെ പുട്ടും, പൊരിച്ച മീനും പുട്ടും. അമറക് ബ്രാൻഡിന് ഉണ്ട്. കമാർ സംഭവം പറഞ്ഞു. പൊരിച്ച മീനും പുട്ടും പറഞ്ഞു. രാമലീല പറഞ്ഞില്ലല്ലോ. അമറക് ബ്രാൻഡിന് പിന്നെ ചെമ്മീൻ പുട്ടും. ആക്ച്വലി സ്നേഹ കംപ്ലൈൻറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, ആനിവേഴ്സറിയുടെ ഒരു കേക്ക് പോലും കട്ട് ചെയ്തില്ലല്ലോ എന്ന്. അപ്പോൾ സ്നേഹയുടെ എക്സ്പ്രഷൻ നോക്കി. കേക്കില്ലേ, ഒരു കേക്ക് പോലും ഇല്ലേ മനുഷ്യാന്ന് ചോദിച്ചു. പരാതിയായിരുന്നു അത്ര സ്നേഹ. ബർത്ത്ഡേ ആനിവേഴ്സറി എന്തെങ്കിലും സർപ്രൈസ് ആരെങ്കിലും സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ ഓർഡർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരിങ്ങനെ അറേഞ്ച് ചെയ്യും. അവരെന്നെ ടീമായിട്ട് വന്ന് പാട്ടൊക്കെ പാടിയിട്ട്. ഇത് ചോക്ലേറ്റ് പുട്ടാണ്, സ്വീറ്റ് പുട്ട്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് തകർത്തു. ചെമ്മീൻ പുട്ടും ചെമ്മീൻ കറി. ഇത് അടിപൊളിയുണ്ട്. ചെമ്മീൻ കറിയിൽ മുങ്ങി കിടക്കുന്ന ഒരു പുട്ട്. ഇതാണ് ചിക്കൻ ഫ്രൈ. ഞാൻ ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു, ഞെട്ടിപ്പോയി. താങ്ക് യു ജെഫിൻ. അപ്പോൾ എല്ലാവർക്കും കൂടെ കഴിക്കാൻ ഞങ്ങൾ ഓർഡർ ചെയ്ത ഐറ്റംസ് എല്ലാം കൂടിയിട്ട് 161 റിയാൽസ് ആയി. പിന്നെ ചോക്ലേറ്റ് പുട്ട് ആക്ച്വലി ഫ്രീ ആണ്. അത് ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല.
അപ്പോൾ ഞങ്ങൾ ദേപ്പുട്ടിന്ന് ഫുഡ് കഴിച്ച് പുറത്തിറങ്ങി. ഇനി ആക്ച്വലി സ്നേഹയോട് ഞങ്ങൾ ആദ്യം പറഞ്ഞിട്ടുള്ളത് രാത്രി ഞങ്ങളുടെ വീട്ടിൽ സ്റ്റേ ചെയ്യാനാണ്. അപ്പോൾ സ്നേഹ കുട്ടികളുടെ ഡ്രസ്സൊക്കെ ആയിട്ട് റെഡി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനും ദിലീപും കൂടി ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ അവരാദ്യം ബീച്ചിൽ പോവും, എന്നിട്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്നതാണ് പ്ലാൻ. അപ്പോൾ അത് മാറ്റിയിട്ട് ഇനി വരാൻ പോകുന്നതാണ് റിയൽ സർപ്രൈസ്. അപ്പോൾ ഇതാണ് സർപ്രൈസ്. അപ്പോൾ ഞാൻ ഇവൾക്ക് അറേഞ്ച് ചെയ്ത അതേ ടൈപ്പ് സർപ്രൈസ് തന്നെയാണ്. ഞങ്ങൾ ഇതിൻ്റെ അടുത്തുള്ള റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്ന് നൈറ്റ് ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പോകണം. ആക്ച്വലി അവരിപ്പോൾ താഴ്ത്തുനിന്ന് അകത്തേക്ക് വരും. അവർ റൂമിലേക്ക് വരുമ്പോൾ ഞങ്ങൾ ഓൾറെഡി ഈ റൂമിൻ്റെ അകത്തുണ്ടാവും. സോ സ്നേഹയ്ക്ക് അറിയില്ല ഞങ്ങളും ഇന്ന് ഇവിടെ താമസിക്കേണ്ടതെന്ന്. ഞങ്ങളിപ്പോൾ ദേപ്പുട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് ദിലീപ് സ്നേഹയോട് പറഞ്ഞത് ഓക്കെ നമുക്കൊന്ന് ഹോട്ടലിൽ സ്റ്റേ ചെയ്യാമെന്ന്. അങ്ങനെ ലാസ്റ്റ് മിനിറ്റ് പ്ലാൻസിൽ അവർ ഹോട്ടലിലേക്ക് വരുമെന്ന്. ആ സർപ്രൈസിന് കൂടെയുള്ള സർപ്രൈസാണ് റൂമിൻ്റെ അകത്ത് ഞങ്ങളുള്ളത്. ഇരട്ടി മധുരമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീണ്ടും കേക്ക് ഞാൻ അച്ഛനോട് എത്ര ക്ഷമിക്കണം, നിങ്ങളെന്ന് വിളിച്ചു. ഇവരിവിടെ തന്നെയാ പോയത്. ഇവിടെ എവിടെ ഹോട്ടലിൽ പോയാണല്ലോ, നമുക്ക് അവിടെ ബീച്ചൊക്കെ ഉള്ള ഹോട്ടലല്ലോ. ഞാൻ പറഞ്ഞ നമുക്ക് ഇവിടെ പോയി നോക്കാം, ഇവിടെ ഉണ്ടല്ലോ, നമുക്ക് അവിടെ ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ എടുക്കണ്ടായിരുന്നു പറഞ്ഞാലോ. ഏത് അതൊക്കെ അതിനൊക്കെ അപ്പാപ്പ നമ്പറും അല്ല മോനെ. വൈറലാവുന്ന തോന്നുന്നു. നീ അറിഞ്ഞായിരുന്നോ? ഇല്ലേ? ഞാൻ വിചാരിച്ചു നീ പറഞ്ഞായിരുന്നു, ഞാൻ മാത്രമേ ഇങ്ങനെ എഴുതിയിരിക്കണായിരുന്നു. ഞങ്ങളിപ്പം മാരേജ് ഹോട്ടലിലാണ്. ഒരു എല്ലാ പ്ലാനും തെറ്റി, കൊച്ചിന് പനിയല്ലേ, നമുക്ക് പോകാൻ പറ്റില്ലല്ലോ. പിന്നെ എന്നോട് പറഞ്ഞ ഹോട്ടൽ ബുക്ക് ചെയ്തിട്ട് ചേച്ചി ഇവിടെ ആണെങ്കിൽ ഞാൻ എന്നെ വിളിച്ച് ഫോണിൽ ഞാൻ റേറ്റ് ഒക്കെ എത്രയാവും, ഒത്തിരി ആക്കി റൂം എടുക്കണ്ട, ബീച്ച് മാത്രം ആക്സസ് ചെയ്യാൻ അന്ന് ലുപ്ന പറഞ്ഞിരുന്നു. കേക്ക് കട്ട് ചെയ്യാം. നീ പിടിക്കും. ഓക്കെ പാട്ടൊക്കെ പാടിയിട്ട് വന്ന് അവരുടെ സ്വർഗത്തിലെ കട്ടുറുമ്പ് ഫാമിലി ആകട്ടാൻ തീരുമാനിച്ചുകൊണ്ട് ഞങ്ങൾ അവരെ റൂമിലാക്കിയിട്ട് ഞങ്ങൾ പുറത്തേക്ക് വന്നു. ഞങ്ങൾ ഞങ്ങളുടെ റൂമിലേക്ക് പോകും. സ്നേഹ ഭയങ്കര സർപ്രൈസ്ഡ് ആയിരുന്നു.